ഹലോ ഫ്രണ്ട്സ്, ഇതാ ഞാൻ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നേ. അപ്പോൾ ഞാനിവിടെ ഈ രാവിലെ തന്നെ പുട്ടി അടിച്ച് പോകുന്നതെന്നല്ലേ നിങ്ങളെല്ലാവരും നോക്കുന്നേ. പുട്ടിയൊന്നല്ല കേട്ടോ, ഞാൻ ഒരു മോയ്സ്ചറൈസറിങ് ക്രീമും സൺസ്ക്രീമും അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെയാണ് സ്ഥലം എന്താണെന്നൊക്കെ ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കുന്നതാണേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനൊരു ചെറിയൊരു പാട്ട് പാടാം. അപ്പം വലിയ പാട്ടുകാരിയൊന്നല്ല, അപ്പോൾ ചെറിയൊരു പാട്ട് പാടാം. ഓളങ്ങളാ കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും നന്നാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും കണ്ണോടു കണ്ണായിടാ. അതാ ബാക്കി പിന്നെ പാടേ. ഇതാ മക്കളൊക്കെ ഇപ്പോൾ സ്കൂൾ ബസ്സും കാത്തിങ്ങനെ നിൽക്കുകയാണ്. ഇത് ഏട്ടൻ്റെ ഭാര്യയാണ്, ഇപ്പോൾ ഭാര്യയുടെ കുഞ്ഞനാണ്. ഇതിപ്പോൾ എൻ്റെ മോള് UKGയിലും ഇക്കു ഇപ്പോൾ LKGയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ വണ്ടിയും കാത്തിങ്ങനെ നിൽക്കുക. ആ കൂട്ടത്തിൽ ടാറ്റൊക്കെ തരുന്നുണ്ട്. ഇവരെ സ്കൂൾ എൽമ്പലാശ്ശേരി സ്കൂളാണ്. LPS അവിടെ നിന്നാണ്. ഇതാ സ്കൂൾ ബസ് വന്ന് അവരിതാ സ്കൂൾ ബസ് കയറിപ്പോയി. ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി. ഞാൻ പറഞ്ഞ സ്ഥലമാണിത്. ഇതാണ് കേരള ചിക്കൻ. ഇത് നമ്മുടെ ഒരു ഷോപ്പാണ്. അപ്പോൾ പുറത്തേക്കാട്ടും വില കുറവിൽ ചിക്കൻ കൊടുക്കുന്ന ഒരു ഷോപ്പാണിത്. അപ്പോൾ ഇതൊരു സർക്കാരിൻ്റെ ഒരു സംരംഭമാണ്. അപ്പോൾ കുടുംബശ്രീയിലുള്ള ഒരു അംഗത്തിനാണ് ഇത് തുടങ്ങാൻ പറ്റുക. അപ്പോൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിത് ഷോപ്പ് പിന്നീട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ടോബിക്കുട്ടൻ ഇതാ വന്ന് നിൽക്കുന്നുണ്ട്. ചിക്കനെ മണം അടിച്ചിട്ടാണ് ഇതാ ടോബിക്കുട്ടൻ വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് എനിക്കിന്ന് കഴിക്കാനുള്ള സ്നാക്സാണിത്. കടലയാണ് ഞാനിന്ന് കഴിക്കുന്നത്. ഞാനിനിപ്പോൾ ഞങ്ങളെ ഷോപ്പിലേക്ക് ഉള്ള ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത് നമ്മുടെ ക്വാർട്ടർ ബാങ്കിൽ വെച്ചിട്ടാണ്. അപ്പോൾ ക്വാർട്ടർ ബാങ്കിലേക്ക് പോവുകയാണ്. ക്വാർട്ടർ ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ എല്ലാവരോടും നല്ല കസ്റ്റമേഴ്സിനോട് നല്ല ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ ഇപ്പോൾ നല്ല ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അവർ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകുന്ന ആളാണ്. ഇത് നമ്മുടെ കാഷ്യറാണ് അജന്യ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടില്ല, അതപ്പം കണ്ടിട്ടുള്ള എക്സ്പ്രഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ ക്വാർട്ടർ ബാങ്കിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ പോവുകയാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ കുട എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒന്ന് ഓടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സുന്ദരന്മാരായ കോഴിക്കുട്ടന്മാർ. അപ്പോൾ കോഴിക്കുട്ടന്മാർ വെള്ളം കുടിക്കുന്നവരതാ അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇത് മൊത്തം കച്ചവടം നടത്താനുള്ള കോഴികളാണ്. നമ്മുടെ പല ജില്ലയിൽ നിന്നാണ് നമുക്ക് കോഴിനൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫസറാണ്, വീട്ടിൻ്റെ പ്രൊഫസറാണ് നിൽക്കുന്നത്. സുഗൈൽ എന്നാണ് പേര്. ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ചിക്കൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് വെള്ളിയാഴ്ച ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ ചിക്കൻ വെട്ടുകയാണ്. അപ്പോൾ മോളെയും കൂട്ടിയിട്ട് ഞാനിതാ പോവുകയാണ്. മോളെ കയ്യിലുള്ളത് പുതിയ ഒരു പെൻസിൽ വേണമെന്ന് പറഞ്ഞിട്ട് കൂട്ടാളുടെ ഒരു പെൻസിലും ഒരു ക്രയോണൊക്കെ വാങ്ങിയതാ. ഞങ്ങളിതാ റോഡിൽ കൂടെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നി ഞാനിത് വീഡിയോ എടുക്കാൻ. അപ്പോൾ അവളിത് കാണിച്ചു തരുന്നുണ്ട് പെൻസിലും ക്രയോണൊക്കെ. ഞാൻ വീട്ടിൽ എന്നോട് ചോറ് കഴിക്കാൻ വിട്ടുപോയെന്ന് വെച്ചാൽ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. വന്നിട്ട് ഞാനിപ്പോൾ പ്ലേറ്റ് എടുത്ത് തുറന്ന് നോക്കുന്നുള്ളൂ. എന്തെന്ന് അതിൻ്റെ ഉള്ളിലുള്ളത് അറിയില്ല. അമ്മ എന്തോ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ. ചിക്കൻ കറിയും ഉണ്ട്, നല്ല ഉപ്പേരിയുണ്ട്. മാമ്പിൻ്റെ ഉപ്പേരിയാണുള്ളത്. വാഴേൻ്റെ അല്ലേ, ആ മാമ്പിൻ്റെ ഉപ്പേരിയാണുള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കണം, എന്നിട്ട് മക്കളെ കൂടെ ഇരിക്കണം. അപ്പോൾ മക്കളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ. അപ്പോൾ അവർ ഓരോരുത്തർ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ 2 മക്കളുണ്ട്, ചേച്ചീൻ്റെ ഒരു മോളുണ്ട്. അപ്പോൾ ഒരാളൂടെ ഉണ്ട്, അവളപ്പുറത്ത് എവിടെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അവരിതങ്ങനെ പഠിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് അവർക്ക് കഴിക്കാനുള്ളത് മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ്. അപ്പോൾ മുട്ട റോസ്റ്റ് നമ്മുടെ തയ്യാറായിട്ടുണ്ട്. ഇനി ചപ്പാത്തിയും കൂട്ടി നല്ലോണം തട്ടാം. അവരിതാ പഠിക്കുന്ന സമയത്ത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള അതിൻ്റെ ഇടയിൽ എന്നെ അമ്മ വിളിച്ചു.
മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാനിതാ പരിചയപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ബ്രേസ്ലെറ്റിലിടുന്ന ചാംസാണ്. അപ്പോൾ പുതിയ വാങ്ങിയതാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് കുറച്ചുകൂടി ബ്രേസ്ലെറ്റിൽ കുറച്ച് സൂപ്പറാക്കാം. അപ്പോൾ ഞാനിത് ഇന്ന് ഉണ്ടാക്കിയതാണ്. ഹെയർ ബാൻഡാണ് ഇത്. എൻ്റെ തന്നെ ഓരോ മോഡൽസായിട്ട് ഉണ്ടാക്കി നോക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.